ഈശോയുടെ സന്നിധിയിലൂടെ ആത്മാവിന്റെ ശക്തിയാണ് നമ്മെ നിറയ്ക്കണമേ എന്ന ആഗ്രഹത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാണ് ഞങ്ങൾ ഓരോരുത്തരെയും കൊണ്ടുവരണം. നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ. ഈശോയെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ പാപത്തിന്റെ കെട്ടുകൾ അഴിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിന്റെ പാപ സാഹചര്യങ്ങളെ കണ്ടെത്തി നല്ലൊരു ഉപസ്ഥാനത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയവാതിലുകൾ തുറക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കടലടച്ച വിശുദ്ധവാനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന നമുക്ക് ജീവിതത്തില് പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ കൊച്ചു ജീവിതത്തില് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ, പാപങ്ങളെ കണ്ടെത്തുവാൻ, അത് ഈശോയുടെ മുമ്പിൽ ഏറ്റുപറയുവാൻ അവരുടെ ആത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നീതിമാന്മാർ 1000 നീതിമാന്മാരെന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ തേടി പാപിയോർത്ത് സന്തോഷിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. 1000 നീതിമാന്മാരെന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയോർത്ത് സന്തോഷിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുണ്ട് എങ്കിൽ ശ്രീമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ മനസ്സാക്ഷി നമുക്കൊന്ന് വിലയിരുത്താം. വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും കൊണ്ട് നമ്മെ മലിനപ്പെടുത്തിയ നമ്മുടെ പാപത്തിന്റെ സാഹചര്യങ്ങളെ ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവേ, അവിടെ നിന്ന് നെയ്തെടുത്ത മനുഷ്യരായി ഞങ്ങളാണ്. പാപത്താൽ ഞങ്ങൾ തീർത്ത ഞങ്ങളുടെ സ്വാർത്ഥതയുടെയും ഞങ്ങളുടെ മാനുഷിക ഭോഗങ്ങളുടെയും ഇരിപ്പിടങ്ങളിൽ ഇരുന്നുകൊണ്ട് അങ്ങേ ഞങ്ങൾ വേദനിപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ അനന്തമായ കാരുണ്യം ഞങ്ങൾ യാചിക്കുന്നു. അവിടുത്തെ തിരിലേക്ക് നാം ഞങ്ങളുടെ പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും അവിടെ നിന്ന് എടുത്തു മാറ്റി അവിടുത്തെ ആത്മാവിനായി ഞങ്ങളെ ശക്തരാക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ഇത് പറഞ്ഞില്ല അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിന്റെ സുവിശേഷം. നമ്മുടെ പാപങ്ങളുടെ കെട്ടുകളാണ് അടിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത വളരെയേറെ ആവശ്യമുള്ളൊരു സമയമാണ്. ഈശോയുടെ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ, നല്ലൊരു കുമ്പസാരം നടത്തുവാനായിട്ട് നമുക്ക് സാധ്യം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാൻ, നമ്മുടെ പാപങ്ങളെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് മുമ്പിലുള്ള തടസ്സങ്ങൾ മാറിപ്പോവുക എന്ന സത്യം നാം മറന്നു പോകണം. നമ്മൾ ആ വചന പ്രഘോഷണം ആരംഭിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം ഉപസ്മരിപ്പിക്കുവാനായി 2 വൈദികര്, ഒരാൾ ഹോളിൽ താഴത്തെ ഹോളിൽ, മറ്റൊരു
ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെയും കുമ്പസാരിക്കണമെന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചന പ്രഘോഷണം ആരംഭിക്കുന്നതിന് മുമ്പ് എൻ്റെ ചോദ്യം ഇതാണ്: കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചത് ആരാണ്? കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചത് നമ്മൾ കുമ്പസാരിക്കുവാനായി വന്നിരിക്കുന്നവരാണ്. അപ്പോൾ ഈ കൂദാശ സ്ഥാപിച്ചത് ആരാണ്? ഈശോയാണ് കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചത് എന്ന ഉറപ്പുള്ളവര് ഒന്ന് കൈകൊട്ടി. ഈശോ ഈ കുമ്പസാരം എന്ന കൂദാശ എപ്പോഴാണ് സ്ഥാപിച്ചത്? ഈശോയാണ് സ്ഥാപിച്ചത്, അതിൽ മാറ്റമില്ല. എന്നാൽ ഈശോ ഈ കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചത് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഈശോ പറഞ്ഞത് എന്തൊക്കെ? എന്നാണ് ഈശോ കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചത്? എന്താണ് ഈശോ കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചത്? ഒരാളെ വായിച്ചത് എന്നാണ് കുമ്പസാരം എന്ന കൂദാശ ഈശോ സ്ഥാപിച്ചത്? നിങ്ങൾ പറയുന്നത് ശരിയാണ്. എന്നാണ്? ഉദരത്തിൽ വെച്ചാണോ? ഈശോ എന്നാണ് കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചത്? പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിലായിരുന്നപ്പോഴാണോ, അതോ ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്ത ശിഷ്യന്മാർക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ്? എപ്പോഴാണ്? ഓപ്ഷൻ എ ഉദരത്തിൽ വെച്ച്, ഓപ്ഷൻ ബി ഉത്ഥാനത്തിന് ശേഷം. ഏതാണ്? ഏതിനു ശേഷമാണ്? ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരുടെ സന്നിധിയിൽ വന്ന ഈശോ പറഞ്ഞത് എന്തൊക്കെയാണ്? ഞാൻ മിണ്ടത്തില്ല, നിങ്ങൾ പറയാം. നിങ്ങളെല്ലാവരും പാപം ചെയ്യണം. നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും എന്ന ഈശോ ആരോടാണ് ഇത് പറഞ്ഞത്? ആരോടാണ്? ഈശോ തന്റെ ശിഷ്യന്മാർക്ക്, ഈ ശിഷ്യന്മാരോട് ഇത് പറഞ്ഞപ്പോൾ ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തത് എന്താ? ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തത് എന്താണ്? എന്താണ്? എന്ത് മാവ്? സോളമാവ്, ഗോതമ്പ് മാവ്, പരിശുദ്ധാത്മാവ്. ഇതിലേത് മാവിനെയാണ് ഈശോ കൊടുത്തത്? ഈശോ തന്റെ ശിഷ്യന്മാരുടെ മുന്നിലേക്ക് അപ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുക, നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അവരെ ആശീർവദിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ സാക്ഷ്യം നൽകുവാനായി പറഞ്ഞയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ആദ്യത്തെ ദൗത്യം എന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ആരുടെയൊക്കെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ എവിടെ ക്ഷമിക്കപ്പെടും? ദൈവത്തിന്റെ സന്നിധിയിൽ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ഈ ഭൂമിയിൽ ആരുടെയൊക്കെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ എവിടെ ബന്ധിക്കപ്പെട്ടിരിക്കും? സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുമെന്ന ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വലിയ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ്, ഈ വാഗ്ദാനത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് പരിശുദ്ധ പൗരോഹിത്യത്തിലൂടെ, പുരോഹിതരിലൂടെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. സഭയിലൂടെ, സഭയിലെ പുരോഹിതരിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ പാപമോചനത്തിനുള്ള അധികാരം
അത് ക്രിസ്തു നൽകിയിരിക്കുന്നതാണ്. പലപ്പോഴും നമുക്കും അക്രൈസ്തവർക്കും ഇടയിലുള്ള വലിയൊരു സംശയമുണ്ട്. ആ സംശയം പ്രകാരമാണ് നമ്മൾ എന്തിന് കുമ്പസാരിക്കണം? നമുക്ക് കുമ്പസാരിക്കുവാനായിട്ട് പുരോഹിതന്റെ അടുത്തേക്ക് പോകേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? നമുക്ക് കുമ്പസാരിക്കുവാനായിട്ട് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്നാണ്. എന്നാൽ കുമ്പസാര കൂട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ബലവേന്ദ്രൻ അച്ഛനല്ല. കുമ്പസാര കൂട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ബെനഡിക്റ്റച്ഛനല്ല. എന്നാൽ സഭ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ, ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ചറിയുന്ന ഇടമാണ് കുമ്പസാരക്കൂട്. ആ കുമ്പസാരക്കൂട്ടില് നമ്മൾ പറയുന്ന നമ്മുടെ പാപങ്ങൾക്കെല്ലാം മോചനം നൽകുന്നത്, പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുന്നത് ക്രിസ്തുവാണ് എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. ഒരു പുരോഹിതനും നിങ്ങൾ പറയുന്ന പാപങ്ങളാ എന്ത് ചെയ്യുകയില്ല, ഓർത്ത് വയ്ക്കാറില്ല. അതവൻ ഓർത്തു വയ്ക്കേണ്ടതിന്റെ ആവശ്യകതയില്ല. അത് ഓർക്കുവാനായിട്ട് അവൻ പരിശ്രമിച്ചാൽ തന്നെയും അതുകൊണ്ട് ഓർമ്മയിലേക്ക് വരികയില്ല എന്നതാണ് പൗരോഹിത്യത്തിന്റെ 6 വർഷങ്ങൾ പിന്നിടുമ്പോൾ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയുവാൻ സാധിക്കുന്നത്. ഞങ്ങൾ കേൾക്കുന്ന ഓരോ കുമ്പസാരവും അത് പരിപൂർണമായും കുമ്പസാരക്കൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പാപമോചനം അത് ക്രിസ്തുവിന്റെ കാരുണ്യമാണ് അവിടെ ലഭിക്കുക എന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ എന്തിനെ പറ്റിച്ചുകൊണ്ട് കടന്നു വരാറുണ്ട്. കുമ്പസാരക്കൂട്ടിനെ പോലും നമ്മൾ പറ്റിച്ചുകൊണ്ട് കുമ്പസാരം നടത്താറുണ്ട്. ചെയ്തിട്ടുണ്ടോ ഇല്ലേ? നമ്മൾ ചില പാപങ്ങൾ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ ചെന്ന പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എന്താണ്? ഞാൻ പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായിരുന്നു പറയുമ്പോൾ ബോധപൂർവം നമ്മൾ ഒളിപ്പിച്ചു വച്ചതൊക്കെയും നമ്മുടെയൊക്കെ മനസ്സിൽ മിന്നി തെളിയാറുണ്ട്. എന്നാൽ ഇന്ന് ഈ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കടന്നു പോകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് കുമ്പസാരം എന്ന കൂദാശയിലൂടെ ലഭ്യമാകുവാൻ പോകുന്ന 9 ഭാഗ്യങ്ങളെ കുറിച്ച്, ഒരു നല്ലൊരു കുമ്പസാരത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന 9 ഭാഗ്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഒരു നല്ലൊരു കുമ്പസാരം എന്ന കൂദാശയെ സൗഖ്യദായക കൂദാശ എന്ന് പറയാറുണ്ട്. നല്ലൊരു കുമ്പസാരം നമ്മുടെ ജീവിതത്തിൽ നാം നടത്തിയാൽ അതുവഴി നമുക്ക് ആ സൗഖ്യം ലഭിക്കുമെന്ന സഭ നമ്മെ പഠിച്ചു. അതുകൊണ്ടാണ് കുമ്പസാരം എന്ന കൂദാശ മനസ്സ് തുറന്ന് നമ്മുടെ പാപങ്ങളെല്ലാം നാം ഏറ്റു പറയുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തില് ഭവനത്തിലുള്ള ചില തടസ്സങ്ങൾ മാറിപ്പോകുന്നതിന് നമ്മുടെയൊക്കെ നല്ലൊരു കുമ്പസാരത്തിന് സാധിക്കും. നമ്മുടെയൊക്കെ മക്കളുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളുണ്ട്. ഇന്നലെ എന്റെ ദേവാലയത്തില് കുമ്പസാരം നടക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പിതാവ് എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്, അച്ഛാ, ഒരിടത്തും എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നില്ല. മക്കളുടെ ജീവിതമാണെങ്കിൽ അവരെല്ലായിടങ്ങളിലും വിജയിച്ചു, എന്നാൽ അവരുടെ മുമ്പിൽ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. ഒരു ഭവനം വയ്ക്കണമെന്ന ആഗ്രഹമുണ്ട്, അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്, എന്നാൽ ഭവനം വയ്ക്കുന്നതിനുള്ള മുന്നോട്ട് പോകുന്ന തടസ്സങ്ങളുണ്ട്. 2 മക്കളും പഠിച്ച് മിടുക്കരായി നിൽക്കുന്നുണ്ട്, എന്നാൽ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം രാവും പകലും നടത്തുന്നുണ്ട്, എന്നാൽ അവിടെ ഒരു തടസ്സമുണ്ട്. എന്താണ് ഈ തടസ്സം? ഒരുപക്ഷെ നമ്മൾ ചെയ്ത പാപങ്ങളായിരിക്കണമെന്നില്ല. നമ്മുടെ പൂർവികരിലൂടെ നമ്മുടെയൊക്കെ ഭവനങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലേക്കും കടന്നു വന്ന ചില തിന്മകളാണ്. ക്ഷമിക്കപ്പെടാത്ത പാപമായി നിലനിൽക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളാണ്. അവയെ ഓർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ പശ്ചാത്തപിക്കുവാൻ, അവയെ ഓർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ മാപ്പപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ഒരു അമ്മയുടെയും ഒരു അപ്പന്റെയും നല്ലൊരു കുമ്പസാരം അത് നിങ്ങളുടെ കുടുംബത്തെ പ്രകാശപൂരിതമാക്കി മാറ്റുമെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്.
ഈ ഒരു കുമ്പസാരത്തിനായി നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ പിന്നാമ്പുറങ്ങള ഒന്ന് വിശകലനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നമ്മളൊക്കെ വീട് പൂട്ടി വന്നവരാണ്, അല്ലെ? വീട് പൂട്ടി വന്നവരാണ്. വീടിന്റെ മുൻവാതില നിങ്ങൾ എത്ര കൂട്ട് കൂട്ടി കാണും? ഒന്നല്ലെങ്കിൽ രണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് തള്ളി കൂടി നോക്കും. എന്തിനാണ്? ഫ്രണ്ട് വാതില് ഉറപ്പുള്ളതാണോ എന്ന്. എന്നാൽ നിങ്ങളുടെ അടുക്കള വാതില് ഒറ്റ കുറ്റിയിലായിരിക്കും നിങ്ങൾ നിർത്തിയിരിക്കുന്നത്. അതിന്റെ ബാക്കി രണ്ട് കുറ്റികളും ഒരുപക്ഷെ എന്തായിരിക്കും ഇളകി കിടക്കുന്നുണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മുൻഭാഗം മറ്റുള്ളവർ കാണുവാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കുവാനായി ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. മനുഷ്യരുടെ മുമ്പിൽ നാം എല്ലാവരും നല്ലവരാകുവാൻ പരിശ്രമിക്കുമ്പോൾ എന്റെ മനസ്സാക്ഷിയുടെ മുമ്പിലാണ് എനിക്ക് നല്ലവനായി നല്ലവളായി ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന ആത്മപരിശോധന ചെയ്യേണ്ട സമയമാണ്. മറ്റുള്ളവരുടെ മുമ്പിലാണ് നമ്മളെല്ലാവരും പെർഫെക്റ്റ്. എന്നാൽ എന്റെ മനസ്സാക്ഷിയുടെ മുമ്പിലാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോയിസൺ അഥവാ വിഷം എന്ന് പറയുന്നത് ആരാ? നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ മനസ്സാക്ഷിയെ ഒന്ന് വിലയിരുത്തുവാനായിട്ടാണ് നമുക്ക് സാധിക്കണം. മനുഷ്യന്റെ ജീവിതത്തെ 3 എല്ലിൽ തീർക്കാമെന്നാണ് പറയുന്നത്. എത്ര എല്ല്? 3 എല്ലില് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നിർവചിക്കാം എന്നാണ് പറയുക. ഒന്നാമത്തെ എല്ല് ഏതായി? ത്രില്ല്. രണ്ടാമത്തെ എല്ല് ബില്ല്. മൂന്നാമത്തെ എല്ല് ഏതായിരിക്കും? ത്രില്ല്, ബില്ല്, മൂന്നാമത്തേത് ഏതായിരിക്കും? ഇല്ല്. അതായത് ഒരു 28 വയസ്സ് വരെയുള്ള നമ്മുടെയൊക്കെ ജീവിതം ത്രില്ലിലാണ്. ഒരു 28 വയസ്സ് വരെയുള്ള നമ്മുടെയൊക്കെ ജീവിതം ത്രില്ലിലാണ്. ഒരു 28-30 വയസ്സ് കഴിഞ്ഞ പിന്നെ ഒരു 61-63 വയസ്സ് വരെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതം എന്തിന്മേലാണ്? ബില്ലിന്മേലാണ്. കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ലോൺ ബില്ല്, മക്കളെ പഠിപ്പിക്കുന്ന ട്യൂഷൻ ബില്ല്, EMI ബില്ല്. അങ്ങനെ നമ്മുടെ ജീവിതം ഒരു 30-33 വയസ്സ് മുതൽ 63 വയസ്സ് വരെ പിന്നെ എന്തിലാണ്? ബില്ലിന്മേലുള്ള ജീവിതമാണ്. ഈ 63 വയസ്സ് കഴിഞ്ഞാലാ പിന്നെയുള്ള നമ്മുടെയൊക്കെ ജീവിതം എന്തിന്മേലാണ്? ഇല്ലേന്മേലാണ്. അതായത് രോഗത്തിന്മേലാണ്. ഈ 28 വയസ്സ് വരെയുള്ള ഈ ത്രില്ലിൽ ജീവിക്കുന്നവൻ ഈ ലോകത്ത് എനിക്ക് ദൈവം വേണ്ട, എന്റെ മാതാപിതാക്കൾ പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടതിന്റെ ആവശ്യം വേണ്ട, പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, പഠനം വേണ്ട, തൊഴിൽ വേണ്ട, ജീവിത ലക്ഷ്യങ്ങളൊന്നും വേണ്ട എന്ന ചിന്തയിൽ നടക്കുന്നവരാ. എല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രായം. ഇവിടെ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും ബില്ലിൽ ജീവിക്കുന്നവരാ. ഇവിടെ ഇരിക്കുന്നതിൽ 75% ബില്ലിൽ ജീവിക്കുന്നവരാ. ഇല്ലേ ജീവിക്കുന്നവൻ തിരിച്ചറിയുക. നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവ അനുഗ്രഹത്തിനായി നീ നിന്റെ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാ. ഇവിടെ ഇരിക്കുന്ന ജീവിതത്തിൽ ത്രില്ലിൽ ജീവിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കടന്നു വരണമെങ്കിൽ ദൈവത്തിന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഇരിക്കുന്ന ബില്ലിന്മേൽ ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നടുവില ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെടുത്തുവാനായിട്ട് പാടില്ല. എങ്കിലാ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്ന 9 അനുഗ്രഹങ്ങളിലാണ് ഒന്നാമത്തെ അനുഗ്രഹം ഒരു നല്ലൊരു കുമ്പസാരം നമ്മെ ദേശത്തിന് യോഗ്യരാക്കി തീർത്തു. എന്തിനാ? ഒരു നല്ലൊരു കുമ്പസാരം നമ്മെ ഓരോരുത്തരെയും ദേശത്തിന് യോഗ്യരാക്കി തീർക്കുന്നു. ഈ ദേശം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് പൂരിപ്പിക്കാം, നല്ലത് മാത്രം.
എന്തിന് നമ്മെ യോഗ്യരാക്കി തീർക്കുന്നു? ഒരു നല്ലൊരു കുമ്പസാരം, ഇന്ന് നിങ്ങൾ നടത്തുന്ന ഒരു നല്ലൊരു കുമ്പസാരം, അത് നിങ്ങളെ എന്തിനാണ് യോഗ്യതയുള്ളവരാക്കി തീർക്കുക? സ്വർഗത്തിന് യോഗ്യരാക്കി തീർക്കുകയാണ്. സ്വർഗത്തിന് യോഗ്യതയുള്ളവരാക്കി തീർക്കുകയാണ് നിങ്ങളുടെ നല്ലൊരു കുമ്പസാരം. അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം എന്ന് പറയുന്നത് കാൽവരിയിൽ ക്രിസ്തുനാഥൻ കുരിശിൽ കിടന്ന് പിടയുന്ന സമയത്ത് ഒരു കുമ്പസാരം നടത്തുന്ന ഒരാൾ. ആര്? നല്ല കള്ളൻ. നല്ല കള്ളൻ അവന്റെ എല്ലാ പാപപ്രവൃത്തികളും അവന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ ആവശ്യപ്പെടുന്നത് എന്താ? പിതാവേ, അങ്ങ് പർദീസയിലായിരിക്കുമ്പോൾ എന്റെയും കൂടി നീ ഓർക്കണമേ എന്നാണ്. പിതാവേ, അവനവന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം, അവനവന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട തീർന്നു പോകുന്ന നിമിഷം അവൻ ക്രിസ്തുവിനോട് യാചിക്കുകയാണ്, അവിടുന്ന് പർദീസയിലായിരിക്കുമ്പോൾ ഈ പാപിയായ എന്നെ കൂടി നീ ഓർക്കണമേ എന്ന് പറയുമ്പോൾ ക്രിസ്തു കൊടുക്കുന്ന മറുപടി എന്താ? ഇന്ന് നീ എന്നോട് കൂടെ പർദീസായി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കുമ്പസാര കൂട്ടിലേക്ക് കടന്നുപോയി അവിടെ നിങ്ങളുടെ പാപങ്ങളുടെ കെട്ടുകളെല്ലാം അഴിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിന് യോഗ്യതയുള്ളവരായി പർദീസയുടെ അവകാശികളായി തീരുകയാണ് എന്നത്. നല്ലൊരു കുമ്പസാരം നടത്തുന്നത് വഴി നിങ്ങൾ പർദീസയുടെ യോഗ്യതയ്ക്ക് അർഹരായി, അവകാശത്തിന് അർഹരായി തീരുന്നു എന്നുള്ള സത്യം മറന്നു പോകരുത്. രണ്ടാമതായി, ഒരു നല്ലൊരു കുമ്പസാരം നടത്തുന്നത് വഴി നമ്മിൽ ദേശ് സംഭവിക്കുന്നു. ഒരു നല്ലൊരു കുമ്പസാരം നടത്തുന്നത് വഴി നമ്മിൽ ദേശ് സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? വിശുദ്ധീകരണം സംഭവിക്കുന്നു. വിശുദ്ധീകരണം സംഭവിക്കുന്നു. ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വില കൊടുത്ത വാങ്ങിയതാ. ക്രിസ്തു കൊടുത്ത വില ഏതാ? ക്രിസ്തു തന്നെ രക്തം കൊടുത്ത നമ്മെ വില കൊടുത്ത് വാങ്ങിയവനാ. ആ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കപ്പെടുന്ന, നാം ഓരോരുത്തരും ശുദ്ധീകരിക്കപ്പെടുന്ന ഇടമാണ് എവിടെ? കുമ്പസാരം എന്ന കുദാശ. ഒന്നാമതായി, ഒരു നല്ലൊരു കുമ്പസാരം നാം നടത്തുന്നത് വഴി നാം സ്വർഗത്തിന് യോഗ്യതയുള്ളവരായി തീരുന്നു. രണ്ടാമതായി, ഒരു നല്ലൊരു കുമ്പസാരം നാം നടത്തുന്നത് വഴി നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തികളായി തീരുന്നു. മൂന്നാമതായി, നല്ലൊരു കുമ്പസാരം നടത്തപ്പെടുന്നത് വഴി നാം ഓരോരുത്തരും വിജയം നേടുവാൻ കഴിയുന്നവരായി മാറുന്നു. നല്ലൊരു കുമ്പസാരം നാം നടത്തുന്നത് വഴി വിജയം നേടുവാനാണ്. ജീവിതത്തിലെ തടസ്സങ്ങളുണ്ട്, ജീവിതത്തിലെ പരാജയ ഭീതികളുണ്ട്, ജീവിതത്തിലെ നേട്ടങ്ങളൊന്നും സ്വന്തമാക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഓരോ വ്യക്തിയുടെയും മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് നിന്റെ നല്ലൊരു കുമ്പസാരം നിന്റെ ജീവിതത്തിലെ വിജയം നേടുവാനായി നിന്നെ സഹായിക്കുന്നു എന്നാണ്. അതിന് ഉത്തമമായ ഉദാഹരണം ജോഷുവയുടെ പുസ്തകം 8-ാം അധ്യായം 6-ന്റെ വാക്യങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി കാണുന്നുണ്ട്. ജോഷുവയും ജനവും യുദ്ധത്തിൽ പരാജയപ്പെടുന്നുണ്ട്. ഈ പരാജയപ്പെടുമ്പോൾ അവരുടെ യുദ്ധങ്ങളെല്ലാം നിർത്തി അവർ ദൈവത്തിന്റെ സന്നിധിയിൽ കരമുയർത്തി പശ്ചാത്തപിച്ച അവരുടെ പാപങ്ങളെ ഓർത്ത് ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്നുണ്ട്. അതായത് പരാജയ ഭീതിയിൽ നിന്ന് വിജയത്തിലേക്ക് നടക്കുവാൻ ജോഷുവയെയും സംഘത്തെയും ദൈവം അനുഗ്രഹിച്ചതിന് കാരണം അവർ ഒരുമിച്ച് ചേർന്ന മറ്റെല്ലാ പ്രവർത്തികളിൽ നിന്നും മാറി അവർ ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി അവരുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചപ്പോൾ ഇവരുടെ കരം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഉയർത്തപ്പെട്ടപ്പോഴൊക്കെയും അവർക്ക് വിജയങ്ങൾ നേടുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടുവാൻ കഴിയണമെങ്കിൽ, വിജയം സ്വന്തമാക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആരുടെ പാപങ്ങൾക്ക് വേണ്ടി? നിങ്ങളുടെ
പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മാപ്പപേക്ഷിക്കണം. ഒന്നാമതായി, ഒരു നല്ലൊരു കുമ്പസാരം സ്വർഗത്തിന് നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റുന്നു. രണ്ടാം, നല്ലൊരു കുമ്പസാരം നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്നു. മൂന്ന്, നല്ലൊരു കുമ്പസാരം വിജയം നേടുവാനായി നിങ്ങളെ സഹായിക്കുന്നു. നാലാമതായി, ഒരു നല്ലൊരു കുമ്പസാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെയും തിരിച്ചു കിട്ടുന്നതിന് സഹായിക്കും. ഇപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു അനുതാപം നടത്തി നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിച്ച ഒരു വ്യക്തിയുണ്ടാവും വചനത്തില്. ആരാ? 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 ആരാണ്? ഒരു നല്ലൊരു കുമ്പസാരം നടത്തി, നല്ലൊരു അനുതാപം നടത്തി, താൻ ചെയ്ത തെറ്റുകളെല്ലാം എണ്ണി ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞത് വഴി നഷ്ടപ്പെട്ടു പോയതൊക്കെ 10 മടങ്ങായി തിരിച്ചു പിടിച്ച ഒരു വ്യക്തി സുവിശേഷത്തെ നമ്മൾ കാണുന്നുണ്ട്. ആരാ? ആരാ? ധൂർത്തപുത്രൻ. അഹന്തയുടെ കൊടുമുടിയിൽ നിന്നും, അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നും പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണ ഈ ധൂർത്തപുത്രൻ ദൈവത്തിന്റെ സന്നിധിയിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സുന്ദരമായ ഒരു പ്രാർത്ഥന. ഏതാ? 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 പിതാവേ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ആര് പാപം ചെയ്തു? ഞാൻ പാപം ചെയ്തു. ഇനി അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുതാപത്തോടുകൂടി അവൻ അവന്റെ അയോഗ്യതകൾ ഓരോന്നും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തി പറയുക. എവിടെ കിടന്നുകൊണ്ടാ? എവിടെ കിടന്നുകൊണ്ടാ? സുബോധം നഷ്ടപ്പെട്ട പന്നിക്കുഴിയിൽ കിടന്നുകൊണ്ട് അവൻ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി അനുതാപപൂർവ്വം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായി നിലനിൽക്കുന്ന പ്രാർത്ഥനയാ. നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായി നിലനിൽക്കുന്ന പ്രാർത്ഥനയാണ് ഈ ധൂർത്തപുത്രൻ ദൈവത്തിന്റെ സന്നിധിയിൽ നടത്തുന്നത്, പിതാവിന്റെ സന്നിധിയിലേക്ക് നടത്തുന്നത്. പിതാവേ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ പ്രിയപുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന കുമ്പസാരക്കൂട്ടിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെയും നമുക്ക് തിരിച്ചു കിട്ടുവാൻ കഴിയണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക ചൈതന്യം തിരിച്ചു പിടിക്കുവാൻ കഴിയണമെങ്കിൽ, നമുക്കുണ്ടായിരുന്ന ദൈവികമായ അനുഗ്രഹങ്ങളെ വീണ്ടും തിരിച്ചു പിടിക്കുവാൻ കഴിയണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്ന സൗഭാഗ്യങ്ങളൊക്കെയും തിരിച്ചു പിടിക്കുവാൻ കഴിയണമെങ്കിൽ, ഈ ധൂർത്തപുത്രനെ പോലെ നമ്മുടെ അയോഗ്യതകളെ ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പായി കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഏറ്റുപറയുവാനായിട്ടാ നമുക്ക് സാധ്യമാകണം. കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്ന 9 സൗഭാഗ്യങ്ങളല്ല, 4ാമത്തെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോവുകയും നമുക്ക് തിരിച്ചു കിട്ടുന്നതിന് കാരണമായി മാറും. 5ാമതായി നമുക്ക് ലഭിക്കുന്നത് ഐശ്വര്യമാണ്. 6ാമതായി നമുക്ക് ലഭിക്കുന്നത് സഖ്യവോസ. ഈശോയുടെ സന്നിധിയിൽ വന്ന എന്ത് ചെയ്തു? സഖ്യൂസ് എന്താ ചെയ്യുന്നത്? എവിടെ നിന്നാണ് താഴേക്ക് ഇറങ്ങിയത്? സഖ്യൂസ് എവിടെ നിന്നാ താഴേക്ക് ഇറങ്ങിയതാ? മരത്തിന്റെ മുകളിൽ നിന്നാണ്. സിക്കമോർ മരത്തിന്റെ മുകളിൽ നിന്നും അവൻ താഴേക്ക് ഇറങ്ങി. ഈ കുമ്പസാരം എന്ന കൂദാശയ്ക്കായി നിങ്ങൾ പോകുമ്പോൾ നാം പടുത്തുയർത്തി, നാം നട്ടുവളർത്തിയ പാപത്തിന്റെ മരച്ചിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാനായിട്ടുള്ള അവസരമാണ് കുമ്പസാരം. അഹന്തയുടെ മരച്ചിലയിൽ നിന്നും, അസൂയയുടെ മരച്ചിലയിൽ നിന്നും, കോപത്തിന്റെ മരച്ചിലയിൽ നിന്നും, മറ്റ് മ്ലേച്ഛതകളുടെ മരച്ചിലയിൽ നിന്നും, പിടിവാശിയുടെ മരച്ചിലയിൽ നിന്നും, അഹങ്കാരത്തിന്റെ മരച്ചിലയിൽ നിന്നും, അസൂയയുടെ മരച്ചിലയിൽ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ക്രിസ്തു സഖ്യൂസിനോട് പറയുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന്. സഖ്യൂസ് മരച്ചിലയിൽ നിന്ന്, സിക്കമോർ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന അവൻ പറയുന്നുണ്ടാ
പിതാവേ, ഞാൻ അപഹരിച്ചതൊക്കെയും 10 മടങ്ങായി, മറ്റുള്ളവരെ പിടിച്ചു വാങ്ങിയതൊക്കെയും 10 മടങ്ങായി ഞാൻ തിരിച്ചു കൊടുക്കുവാൻ സന്നദ്ധനാണ്. സഖ്യവസ് ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ സിംഗപ്പൂർ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയ വലിയൊരു ഉറച്ച തീരുമാനവുമായിട്ടാണ് അവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന അവന്റെ പാപങ്ങളെയും ബലഹീനതകളെയും കർത്താവിന്റെ മുമ്പിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് അവൻ സ്വന്തമാക്കിയതൊക്കെയും 10 മടങ്ങായി തിരിച്ചു കൊടുക്കുവാനായി അവൻ പരിശ്രമിക്കുമ്പോൾ അവന്റെ ഭവനത്തിലേക്ക് ആര് പ്രവേശിക്കുന്നു? ക്രിസ്തു പ്രവേശിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിലേക്ക്, ക്രിസ്തു കടന്നു വരണമെങ്കിൽ, ക്രിസ്തു പ്രവേശിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു പ്രവേശിക്കണമെങ്കിൽ ഇപ്രകാരം നമ്മുടെ പാപങ്ങളെല്ലാം ആരുടെ മുന്നിൽ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം? ക്രിസ്തുവിന്റെ സന്നിധിയിൽ. അതാണ് കുമ്പസാരം കൂദാശ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കപ്പെടണമെങ്കിൽ നീ നിന്റെ പാപങ്ങൾ ഓരോന്നും ദൈവസന്നിധിയിൽ ഏറ്റ് പറയണം. കേട്ടാവും, ഒരു നല്ലൊരു കുമ്പസാരത്തിലൂടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. മനുഷ്യരായ നാം ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? സമ്പത്താണോ? സമാധാനമാണ്. നിങ്ങൾ ഓരോരുത്തരും, മനുഷ്യരായ നാം ഓരോരുത്തരും സമ്പത്തിനേക്കാൾ അമിതമായി ആഗ്രഹിക്കുന്നത് കുടുംബത്തിൽ ഒരല്പം സമാധാനം, സ്വസ്ഥമായി ഒന്നിരിക്കുക എന്നതാണ്. തീർച്ചയായും ഒരു നല്ലൊരു കുമ്പസാരം നിങ്ങൾക്ക് സമാധാനം നൽകും. ഈശോ സമാധാനം നൽകി പറഞ്ഞു വിട്ട ഒരു വ്യക്തിയെ നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. ആരാണ് ഈശോ സമാധാനം നൽകി പറഞ്ഞു വിട്ട ഒരു വ്യക്തി? പാപിനിയായ സ്ത്രീ. പാപത്തിന്റെ പടുകുഴിയിൽ നിന്നവളെന്ന് ആരോപിച്ചുകൊണ്ട് കല്ലുകളുമായി അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞ് ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കുവാനുള്ള ഒരൊറ്റ ചോദ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത കണ്ണുനീർ വാർത്ത കരുതിയിട്ടുണ്ട്? ആത്മപരിശോധന ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നഷ്ടങ്ങളെ ഓർത്ത, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് കണ്ണുനീർ വാർത്ത കരുതിയിട്ടുണ്ട്. രോഗങ്ങളെ ഓർത്ത് നമ്മളെ ദൈവത്തോട് കണ്ണുനീർ വാർത്ത കരുതിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കണ്ണുനീർ വാർത്ത കരുതിയ എത്ര പേരുണ്ട്? പാപിനിയായ സ്ത്രീ അവൾ കണ്ണുനീരോടുകൂടി ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ക്രിസ്തു പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ അവളെ ഉപേക്ഷിക്കപ്പെട്ടത് കല്ലുകളായിരുന്നില്ല. അവളെ കല്ലെറിയുവാനായി കടന്നു വന്നവരെ ഉപേക്ഷിച്ചത് അവരുടെ അസന്തയാണ്. അവരുടെ പാപത്തിന്റെ കെട്ടുകൾ അവളെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ കടന്നുപോയി. ക്രിസ്തുവിന്റെ സന്നിധിയിൽ അവരെ വഴിമാറിപ്പോയി എന്ന് പറയുന്നു. ഇപ്പോൾ ഇന്ന് ഇവിടെയായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എത്രയോ തവണ, എത്രയോ ആവർത്തി മറ്റുള്ളവരെ പരിചാരിക്കണം. മറ്റുള്ളവരുടെ പാപങ്ങൾ അവൾ അത് ചെയ്തു, അവൻ അത് പറഞ്ഞു, അവൻ അതെടുത്തു എന്ന് പറഞ്ഞ് അവനും ചെയ്തു പറഞ്ഞു എന്ന് പറഞ്ഞ് പല തവണ പല ആവർത്തി നാം നെയ്തു കൂട്ടിയ ചില പാപങ്ങളുണ്ടാവും. അവ ഉപേക്ഷിക്കപ്പെടേണ്ട സമയമാണ്. അവ ഉപേക്ഷിക്കേണ്ട കാലമാണ്. ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ഓരോ ക്രിസ്ത്യാനിയും നമ്മുടെ ജീവിതത്തിൽ മറ്റൊരുവരിലേക്ക് നമ്മൾ ആരോപിച്ച തെറ്റുകളാണ്, മറ്റൊരുവരുടെ കുറവുകളിലേക്ക് നമ്മൾ വിഴികൾ നീട്ടുകയും വിരലുകൾ ചൂട്ടുകയും ചെയ്ത സാഹചര്യങ്ങളാണ്. അത് പാപമാണ്. നിന്റെ വാക്കുകൊണ്ട് മറ്റൊരുവരുടെ മുറിവിൽ നീ നൽകിയിട്ടുണ്ടെങ്കിൽ അതും പാപമാണ്. ദൈവം നൽകിയതിന്റെ നാവ ദൈവ മഹത്വത്തിനായി ഉപയോഗിക്കാതെ മറ്റൊരുവന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിന് കാരണമായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മാതാവിന്റെയാകാം, പിതാവിന്റെയാകാം, നിന്റെ ഭാര്യയുടേതാകാം, നിന്റെ ഭർത്താവിന്റേതാകാം, നിന്റെ മക്കളുടേതാകാം, നിന്റെ അയൽവാസിയുടേതാകാം. നമ്മുടെ വാക്കാണ് മറ്റുള്ളവർക്ക് കണ്ണുനീരിന് കാരണമായിട്ടുണ്ട് എങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാൻ കഴിയണം. പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന ഇവർ ഓരോരുത്തരും അവിടെ വലിച്ചെറിഞ്ഞത് കല്ലുകളല്ല, അവരുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് അവർ കടന്നുപോയപ്പോൾ ക്രിസ്തു ആ സ്ത്രീയോട് പറയുന്നത് മാത്രം, സ്ത്രീ എന്താ ചോദിക്കുക? ആരും എന്നെ വിധിച്ചില്ലയോ? ഞാനും
വിധിക്കുന്നില്ല, മറിച്ച് നീ മേലിൽ പാപം ചെയ്ത സമാധാനത്തോടെ പോവുക എന്ന്. കുമ്പസാരം കൂടെ ഒരു വിധി പറയലിന്റെ ഇടമല്ല. അവിടെ ആരും ആരെയും തൂക്കിലേറ്റുവാൻ വിധിക്കുന്ന ഇടമല്ല കുമ്പസാരം കൂടെ എന്ന് പറയുക. ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ മുമ്പിലേക്ക് വച്ചു നീട്ടപ്പെടുന്ന ഒരിടമാണ് കുമ്പസാരം കൂടെ എന്ന് പറയുക. വിശുദ്ധ പറയുന്ന പ്രകാരമാണ് ഒരുവൻ തന്റെ പാപങ്ങൾ ഏറ്റു പറയുന്നതിന് 3 കാരണങ്ങൾ കണ്ടത്. ഒരുവൻ തന്റെ പാപങ്ങൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറയുന്നതിന് 3 കാരണങ്ങളാ പറയുക. ഒന്നാം, നിങ്ങൾ പാപം ഏറ്റു പറയുന്നതിന് കാരണമല്ല. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയുന്നതിന് കാരണമല്ല. നിങ്ങൾ നിങ്ങളുടെ പാപം ഏറ്റു പറയുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന കാരണം ഏതാ? നരകം കിട്ടുമെന്നുള്ള പേടിയിലാണ്. നിങ്ങൾ കുമ്പസാരിക്കുന്നതിന് കാരണം മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകുവാൻ പേടിച്ചിട്ടാണോ നിങ്ങൾ കുമ്പസാരിക്കുന്നത്? പിന്നെ എന്തിനെ പേടിച്ചിട്ടാണ്? വിശുദ്ധ പറയുന്നതാ 3 കാരണങ്ങളാണ് മനുഷ്യൻ അവന്റെ പാപങ്ങൾ ഏറ്റു പറയുന്നതിന് കാരണം. ഒന്നവൻ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ പാപങ്ങൾ ഏറ്റു പറയുന്നു. 2, അവൻ സ്വർഗം മോഹിച്ചുകൊണ്ട് അവനവന്റെ പാപങ്ങൾ ഏറ്റു പറയുന്നു. 3, ദൈവത്തോടുള്ള സ്നേഹത്താൽ അവനവന്റെ പാപങ്ങൾ ഏറ്റു പറയുന്നു. ഈ 3-ൽ ഏതാണ് നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻ? ഓപ്ഷൻ എ, നരകത്തെ ഭയപ്പെട്ട നിങ്ങൾ കുമ്പസാരിക്കുവാൻ പോകും. ഓപ്ഷൻ ബി, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ കുമ്പസാരിക്കുവാൻ പോകുന്നു. ഓപ്ഷൻ ബി, ദൈവത്തോടുള്ള സ്നേഹത്താൽ നിങ്ങൾ കുമ്പസാരിക്കുവാൻ പോകുന്നു. ഇതിലേതാണ് നിങ്ങൾ കുമ്പസാരിക്കുവാൻ പോകുന്നതിന് കാരണം? ഏതാണ്? എ, ബി, സി. ഇതിലേതാ? എ, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട്, ബി, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട്, സി, ദൈവത്തോടുള്ള സ്നേഹത്താൽ. ഏതാണ് നിങ്ങളെ കുമ്പസാരത്തിനായി നയിക്കുന്ന പ്രേരക ശക്തി? സി, ദൈവത്തോടുള്ള സ്നേഹത്താൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയപ്പെടുമ്പോൾ ആ സ്നേഹം ദൈവത്തിന്റെ കാരുണ്യത്താൽ ക്ഷമിക്കപ്പെടുന്നു എന്ന സഭ നമ്മെ പഠിപ്പിക്കുന്നു. 9-ാമതായി നമുക്ക് ലഭിക്കുന്ന കുമ്പസാരം എന്ന കുദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നതാ സൗഖ്യം. നമുക്ക് ലഭിക്കുന്നു. തളർവാദ രോഗി അവന്റെ ബലഹീനതകളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പറഞ്ഞപ്പോൾ അവന് സൗഖ്യം ലഭിച്ചു. തന്റെ മകന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ രോഗം മാറുന്നത് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഒരു നല്ലൊരു കുമ്പസാരം എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാ 1, സ്വർഗം, 2, വിശുദ്ധി, 3, വിജയം നേടുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയതൊക്കെയും നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തില് ഐശ്വര്യം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തില് സൗഖ്യം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തില് സമാധാനം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തില് നല്ലൊരു കുമ്പസാരത്തിലൂടെ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു എന്ന് ക്രിസ്തു പറയുന്നുണ്ട്. നല്ലൊരു കുമ്പസാരത്തിലൂടെ നമ്മോടൊപ്പം നമ്മുടെ ഭവനത്തിലേക്ക് ആര് കടന്നു വരുന്നുണ്ട്? ക്രിസ്തു കടന്നു വരുന്നു. കുമ്പസാരമെന്ന കുദാശയിലൂടെ നമുക്ക് ലഭിക്കുന്ന 10,000-കണക്കിന് അനുഗ്രഹങ്ങളില് 9 ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചത്. ഇനി എന്താണ് നമ്മൾ കുമ്പസാരിക്കുന്നത്? കുമ്പസാരം ക്രിസ്തു സ്ഥാപിച്ചതാണ്. കുമ്പസാരം പുരോഹിതനിലൂടെ ദൈവത്തിന്റെ കൃപയാൽ മോചിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. കുമ്പസാരം ഒരു സൗഖ്യദായക കുദാശയാണ്. കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതൊക്കെയും ഇത്രയും അനുഗ്രഹങ്ങളാണ്. എങ്കിൽ എന്താണ് നിങ്ങൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയേണ്ടത്? എന്താണ്
കുമ്പസാരക്കൂട്ടിൽ നമ്മൾ ഏറ്റു പറയുന്നത്? ഏതാ ഏതാ ഏതാണ് ഏറ്റു പറയുന്നത്? ആരുടെ പാപം? ആരുടെ പാപം? നമ്മുടെ പാപം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ കുറിച്ചിടണം. കുമ്പസാരക്കൂട്ടിൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ പാപങ്ങളാ. ചിലർ വന്നിട്ട് പറയാറുണ്ട്, അച്ഛോ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയണ്ട, പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നോ. കുമ്പസാരം എന്ന കുദാശ നിങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടേണ്ട സ്ഥലമല്ല. രണ്ടാമതായി, അവൾ അത് ചെയ്തു, അവൻ അങ്ങനെയാണ്, അവൻ അങ്ങനെ പറഞ്ഞു. നോ. മറ്റുള്ളവരുടെ കുറവുകൾ പറയേണ്ട ഇടവും അല്ല കുമ്പസാരക്കുറവ്. മൂന്നാമതായി, ഞാൻ അത് ചെയ്തതിന് കാരണം ഇതാണ്, ഐ ആം പെർഫെക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാരണങ്ങൾ നിരത്തേണ്ട ഇടവുമല്ല. മറിച്ച് അവിടെ നമ്മൾ പറയുന്നതാ നമ്മുടെ ബലഹീനതകൾ. അവിടെ നമ്മൾ ഏറ്റു പറയേണ്ടതാ നമ്മുടെ കുറവുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 29-ാം വാക്യത്തിന് പ്രകാരം പറയുന്നുണ്ട്, കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്രയോ വലുതാണെന്ന്. കർത്താവ് തന്റെ സന്നിധിയിലേക്ക് തിരിയുന്നവരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്രയോ വലുതാണ് എന്ന് പ്രഭാഷകന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ടാവും. കർത്താവിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു എന്നാണ്. ആരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നീതിമാന്റെ പ്രാർത്ഥനയുടെ മേൽ കർത്താവിന്റെ കണ്ണുകളും കാതുകളും തുറന്നിരിക്കുന്നു എന്ന പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു ആത്മപരിശോധന നടത്തുവാൻ കഴിയണം. ഞാൻ എന്റെ പ്രവൃത്തികൾ നീതിപൂർവമുള്ള പ്രവൃത്തികളാണോ എന്ന്. കർത്താവിന്റെ കണ്ണുകൾ എനിക്ക് നേരെ തിരിയുവാൻ, കർത്താവിന്റെ കാതുകൾ എനിക്ക് നേരെ തിരിയുവാൻ സാധ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലും മനുഷ്യന്റെ സന്നിധിയിലും നാം നീതിപൂർവം ജീവിക്കുന്ന വ്യക്തികളായി മാറണം. നമുക്ക് എല്ലാവർക്കും ഗാനത്തോടൊപ്പം കരങ്ങളടിച്ച് ഒരു ഗാനം നമുക്കിപ്പോൾ ആലപിക്കാം.
എസ്തേറിന്റെ പുസ്തകത്തിലെല്ലാം ഇപ്രകാരം നമ്മൾ വായിക്കുന്നതാണ്. വിജാതീയ രാജാവ് എസ്തേർ രാജ്ഞിയുടെ പ്രിയപ്പെട്ടവരെയെല്ലാം വധിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, കുരുതി കഴിക്കുവാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എസ്തേർ രാജ്ഞി തന്റെ ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും വസ്ത്രം ധരിച്ച, ചാരം പൂശിക്കൊണ്ട് അവൾ തലമുടിയിൽ ചാരം പൂശിക്കൊണ്ട് അവൾ അത്യധികം വേദനയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജാതീയ രാജാവ് എസ്തേർ രാജ്ഞിയുടെ പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, കുരുതി കഴിക്കുവാൻ പോകുന്നു എന്നറിയുമ്പോൾ ഈ രാജ്ഞി തന്റെ ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവൾ അനുദപിച്ച കണ്ണുനീർ വാർന്ന് കരഞ്ഞുകൊണ്ട് ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും വസ്ത്രം ധരിച്ചുകൊണ്ട് തലമുടിയിൽ ചാരം പൂശിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ പാപങ്ങൾക്ക് വേണ്ടി, പാപത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ നിലവിളി ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റി എഴുതുന്നതിന് കാരണമായി മാറുന്നുണ്ട്. ഒരാൾ തന്റെ ജീവിതത്തിൽ കുറെ കൂടി എളിമപ്പെടുമ്പോൾ, ഒരാൾ തന്റെ ജീവിതത്തിൽ കുറെ കൂടി ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ നിൽക്കുന്ന ചുറ്റുപാട് കൂടി അനുഗ്രഹപൂർണമായി മാറും. ഒരാൾ കുറെ കൂടി കൂടുതൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ, ഒരാൾ കുറെ കൂടി എളിമപ്പെട്ടുകൊണ്ട് തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ കൂടെയുള്ളവർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അവരുടെ പ്രാർത്ഥനകളും നിലവിളികളും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുകയും പാപമോചനം ലഭിക്കുകയും അവർ മാത്രമല്ല രക്ഷ പ്രാപിക്കുക, അവർ നിൽക്കുന്ന ചുറ്റുപാട് കൂടി രക്ഷ പ്രാപിക്കും എന്ന്, അവർ നിൽക്കുന്ന പരിസരം ചുറ്റുപാട് കൂടി അനുഗ്രഹപൂർണമായി മാറുമെന്ന എസ്തേർ രാജ്ഞിയുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു നല്ലൊരു കുമ്പസാരം നടത്തുക വഴി, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുതാപത്തോടും പശ്ചാത്താപത്തോടും നിങ്ങളുടെ പാപം ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറയുന്നത് വഴി നിങ്ങൾ മാത്രമല്ല രക്ഷ പ്രാപിക്കുക, നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുക, നിങ്ങളായിരിക്കും